സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധനയുണ്ടായതായി ധനമന്ത്രി. 4 വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയായെന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. സർക്കാരിന് ധൂർത്തെന്ന ആരോപണത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും ധനമന്ത്രി പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. 2020-2021 സാമ്പത്തിക വർഷത്തിൽ തനതു നികുതി വരുമാനം 47,661 കോടി രൂപ. 2021-22 58,341 കോടിയായും കഴിഞ്ഞ വർഷം അത് 71,968 കോടിയായും വർദ്ധിച്ചു. നടപ്പു സാമ്പത്തിക വർഷം അവസാനത്തിൽ അത് 78,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇനി നികുതിയേതര വരവിലേക്ക് വന്നാലോ? മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ചയാണ് സംസ്ഥാനത്തുണ്ടാവുന്നത്. 2020-21 നമ്മുടെ തനത് നികുതി വരുമാനം 47,661 കോടി രൂപയാണ്. 2021-22 58,350 2022-23 71,968 കോടി രൂപയായും അത് ഉയർന്നു. നടപ്പ് വർഷം അവസാനത്തിൽ ഇത് 71,000 കോടി രൂപയിലധികമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നികുതി വരുമാനത്തിൽ വർധനവുണ്ടായിട്ടും ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടെന്ന് ധനമന്ത്രി പറഞ്ഞുവെച്ചു. കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആകെ നികുതി വരുമാനം. ഉയർന്ന പ്രതിശീർഷ വരുമാനത്തിന്റെ പേരിലും ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചതിന്റെ പേരിലും കേരള ജനത ശിക്ഷിക്കപ്പെടുകയാണ്. സർക്കാരിന് ധൂർത്തെന്ന ആരോപണത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും ധനമന്ത്രി പറഞ്ഞു. മന്ത്രിമാരുടെ എണ്ണം, ചെലവ്, വിദേശയാത്ര എന്നിവയിൽ UDF കാലവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ താരതമ്യം ചെയ്യണമെന്നാണ് നിലപാട്. കേരള സർക്കാരിന്റെ സമീപനം ചെലവ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടലല്ല സർ. ഇത് പറയുമ്പോൾ സർക്കാർ പണം ധൂർത്തടിക്കുകയാണെന്നും വിമർശനം ഉന്നയിക്കുവാൻ പ്രതിപക്ഷം തയ്യാറായേക്കും. ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. മന്ത്രിമാരുടെ എണ്ണം, ചെലവ്, വിദേശയാത്ര എന്നിവയെല്ലാം UDF കാലവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ താരതമ്യം ചെയ്ത് നമുക്ക് പരിശോധിക്കാം. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാതെ ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് സമീപകാലത്ത് സർക്കാർ നേരിട്ട ആരോപണം. ഇതിനുകൂടിയാണ് കണക്കുകൾ നിരത്തി സർക്കാർ മറുപടി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, News 18.